ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് തമിഴിൽ കണ്ടിട്ടുള്ള പോലെ തന്നെ വാട്ട്സ് ഇൻ മൈ ട്രാവൽ ബാഗാണ്. അപ്പോൾ എല്ലാവർക്കും ഓരോ ബാഗ് ഉണ്ടാവും. ലേഡീസിന് മസ്റ്റായിട്ടും ഒരു ബാഗ് ഉണ്ടാവും. ഒന്നെങ്കിൽ ഒരു ടോട്ട് ബാഗോ അല്ലെങ്കിൽ ഒരു സ്ലിം ബാഗോ അല്ലെങ്കിൽ ഒരു ബാക്ക് ബാഗോ ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ ബാഗ് ചീത്തയായിട്ട് കുറേ നാളായിരുന്നു. അപ്പോൾ ഞാൻ കുറേ നാളുകൊണ്ട് ഒരു ബാഗ് വാങ്ങിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ കയറി കുറേ തപ്പുന്നൊന്നും എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. ചിലപ്പം ഞാൻ ഉദ്ദേശിക്കുന്നൊന്നും ആയിരിക്കത്തില്ല കാക്ക. അപ്പോൾ അങ്ങനെ കുറച്ച് ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇനി കുറേ തപ്പി റീസെൻ്റ്ലി നമ്മുടെ പനമ്പള്ളി നഗറിൽ ഒരു മിനിസോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുട്ടി ബാഗ് ഇഷ്ടം. കാരണം വലിയ ബാഗ് എനിക്ക് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ചേരില്ല, എനിക്കത് ഇഷ്ടമല്ല. അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ എനിക്കുള്ളൂ. അപ്പോൾ അതൊക്കെ വയ്ക്കുന്ന ഒരു കുട്ടി ബാഗ് എനിക്ക് മതിയായിട്ട് ഞാൻ പനമ്പള്ളി നഗറിലെ മിനിസോ നിന്ന് വാങ്ങിച്ച ഒരു ബാഗാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഗോൾഡ് കളർ ചെയിൻ വരുന്ന ബാഗ്, സിബൊക്കെ വരുന്ന ബാഗ് വാങ്ങിക്കുന്നതായിരുന്നു എനിക്കിഷ്ടം. പിന്നെ ബ്ലാക്കോ അല്ലെങ്കിൽ ഓഫ് വൈറ്റ് കളറോ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ ഫൈനലി എനിക്ക് ഓഫ് വൈറ്റ് കളർ തന്നെ കിട്ടി. അപ്പോൾ ഇതാണ് ബാഗ്. ഈ ഒരു റൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബാഗ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിന് ഈ ഒരു കുട്ടി ബാഗ് ആയതുകൊണ്ട് ഒരുപാട് റോ ഒന്നും തുറന്ന് കാണിക്കാനും അതിനകത്ത് കാക്കകൾ നല്ല അലമ്പുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാടൊന്നും തുറന്ന് കാണിക്കാനൊന്നും ഇല്ല. ആകെയുള്ളത് ഒറ്റ റോയാണ്. അപ്പോൾ ഇതിനകത്ത് കൊള്ളുന്ന സാധനങ്ങളേ ഉള്ളൂ. അപ്പം നമുക്ക് ബാഗ് ഓപ്പൺ ചെയ്യാം. ഇതാണ് ഇതിൻ്റെ സിബ്. ഭയങ്കര ക്യൂട്ടാണ് ഈ ബാഗ് കാണാൻ. ഇതാണ് സിബ്. ഇങ്ങനെ ഓപ്പൺ ചെയ്യും. അപ്പോൾ അത് ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്തുള്ളത്. കുട്ടി ബാഗാണെങ്കിൽ അത്യാവശ്യം എന്നെപ്പോലൊരു ആൾക്ക് കൊണ്ടുപോകാൻ കുറേ സാധനങ്ങളൊക്കെ ഇതിനകത്ത് വിൽക്കാനായിട്ട് പറ്റും. അപ്പം നമുക്ക് ഓരോന്നായിട്ട് കാണാം. ആദ്യമായിട്ട് ബാഗ് കാണാൻ പറ്റുന്നുണ്ടെന്ന് നോക്കുക. ആദ്യമായിട്ട് എൻ്റെ കയ്യിലുള്ളത് ചാർജറാണ്. എല്ലാവരും കയ്യിലുള്ള പോലെ തന്നെ ചാർജർ. എൻ്റെ ഫോണ് കുറേ നാളായി വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഫോൺ ഭയങ്കര കംപ്ലൈൻ്റ് ആണ്. അതുകൊണ്ട് ചാർജർ പെട്ടെന്ന് തരും. അതുകൊണ്ട് ഈ ചാർജർ എനിക്ക് എപ്പോഴും കയ്യിൽ കൊണ്ട് നടക്കണം. അതുകൊണ്ട് ഞാൻ ഇത് എപ്പോഴും എൻ്റെ ബാഗിനകത്ത് വെക്കും. ഇപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിലുള്ളത് പെർഫ്യൂമാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. ഞാൻ കുറച്ച് വെച്ച് എടുക്കത്തുള്ളൂ. പക്ഷേ ഇത് എപ്പോഴും എൻ്റെ ബാഗിൽ ഞാൻ ഇങ്ങനെ കരുതിയേക്കും. കാരണം എവിടെയെങ്കിലും ചെന്നിട്ടൊരു ബാഡ് സ്മെൽ തോന്നുവാണെങ്കിൽ അപ്പം എടുക്കും. ഭയങ്കര സ്മെല്ലാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഒരു കുഞ്ഞൊരു നോട്ട്ബുക്കാണ്. ഇത് ഞാൻ ആ പാക്കറ്റിൽ തന്നെ ചീത്തയായിരിക്കും വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് എന്തെങ്കിലും കണ്ടൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടുവാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല മെമ്മറീസ് ഉള്ള ഡേ ഒക്കെ വരുവാണെങ്കിലോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സാധനം വാങ്ങിക്കാനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഞാൻ എടുത്ത് ഇതിലേക്ക് മറക്കാണ്ടിരിക്കാൻ നോട്ട് ചെയ്ത് വെക്കും. നമ്മളുടെ ഫോണിൽ നോട്ട് പാഡ് ഉണ്ട്, പക്ഷേ ഇത് യൂസ് ചെയ്ത് എഴുതി വെക്കുന്ന ഒരു സുഖം ഒന്ന് വേറെ തന്നെയാണ്. അപ്പം ഞാൻ അതിനുവേണ്ടി ആ ബുക്ക് വെച്ചിട്ട് നടക്കും. പിന്നെ ഉള്ളത് ബുക്ക് മാത്രം പോകില്ല, അതിനകത്ത് വരയ്ക്കണമെങ്കിൽ നമുക്ക് പേന വേണം. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ടെക്നോട്ടിപ്പിൻ്റെ പേനയാണ്. ഞാൻ ബ്ലൂ കളർ യൂസ് ചെയ്യാറില്ല. ഞാൻ പണ്ട് തൊട്ടേ ബ്ലാക്ക് വെച്ചാണ് എഴുതുന്നത്. അപ്പോൾ ടെക്നോട്ടിപ്പിൻ്റെ ഒരു ബ്ലാക്ക് പെന്നുണ്ട്. നേരത്തെ ഞാൻ പിൻ പോയിൻ്റ് ആയിരുന്നു യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ടെക്നോട്ടിപ്പിൻ്റെ പേനയാണ്. നിങ്ങൾ യൂസ് ചെയ്യുന്ന പേന എന്ത് കമ്പനിയാണെങ്കിൽ. അപ്പോൾ എനിക്ക് ഈ പേന വെച്ച് എഴുതുമ്പോൾ നല്ല എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഭയങ്കര രസമായിട്ട് സ്വന്തമായിട്ട്. പിന്നുള്ളത് ഒരു എയർപോഡാണ്. ഈ എയർപോഡ് ഇതിൽ ലൈറ്റൊക്കെ കത്തും. ഇത് ചാർജ് ഇല്ലാത്തപ്പോൾ റെഡ് കളർ കത്തും, ചാർജ് ഉള്ളപ്പോൾ ബ്ലൂ കളർ കത്തും. അങ്ങനെ എയർപോർട്ടാണ്. കാരണം ഞാൻ എവിടെയെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പോസ്റ്റ് അടിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ റീൽസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കും. അവിടെ ഭയങ്കര പുറത്താകുമ്പോൾ ഈ സൗണ്ടൊക്കെ ഇരിക്കില്ല. അതുകൊണ്ട് റീൽസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ സിനിമ എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്ത് കാണും, അല്ലെങ്കിൽ സ്പോട്ടിഫൈയിൽ പാട്ടൊക്കെ ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് ഞാൻ യൂസ് ചെയ്യുന്ന സാധനമാണ് എയർപോർട്ട്. പിന്നെ എന്തെങ്കിലും ഉള്ളത് സൺസ്ക്രീൻ. മഴയാണെങ്കിലും വെയിലാണെങ്കിലും നമ്മൾ സൺസ്ക്രീൻ കൊണ്ടു നടക്കണം. ഇക്കോളജിക്കാണ് ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കാറുള്ള സെയിം സൺസ്ക്രീനാണ്. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ എപ്പോഴും ഇപ്പോൾ എന്തെങ്കിലും തിരക്കൊക്കെ ആണെങ്കിലൊക്കെയാണ് റീഅപ്ലൈ ചെയ്യാറില്ല. പക്ഷെ മാക്സിമം ഞാൻ റീഅപ്ലൈ ചെയ്യാൻ നോക്കാറുണ്ട്. അപ്പോൾ ഒരു സൺസ്ക്രീൻ ഉണ്ട്. പിന്നെ ഇതിലുള്ളത് വേറൊരു പേനയല്ല, ഇത് എൻ്റെ ഐബ്രോ പെൻസിലാണ്. എൻ്റെ ഈസെറ്റ് പോലെ ഇരിക്കുന്ന പിരുവത്തിന് ഇത് എപ്പോഴും അത്യാവശ്യമാണ്. പോകുമ്പോൾ ഞാൻ വരച്ചുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒരു ബ്രൗൺ ഷെയ്ഡിലൊരു ഐബ്രോ പെൻസിലാണ്. അത് ഞാൻ എൻ്റെ ബാഗിനകത്ത് കൊണ്ടു കിടക്കും. പിന്നെ ഉള്ളത് കാജൽ. ഇത് ഞാൻ താഴെ കണ്ണെഴുതുന്ന ആളല്ല, പക്ഷെ എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ച് ഞാൻ അതും ബാഗിനകത്ത് കൊണ്ടു കിടക്കും. ഇതിപ്പോൾ ഇതിനകത്ത് ഞാൻ ഇന്നലെ പോയിട്ട് വന്ന ബാഗിലുള്ള സാധനങ്ങളും പിന്നെ ഞാൻ യൂഷ്വലി കൊണ്ടുപോകാറുള്ള കുറച്ച് സാധനങ്ങളും കൂടി ഞാൻ ഈ ബാഗിനകത്ത് കുത്തിക്കയറ്റി വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ എല്ലാവരുടെയും കയ്യിലുള്ള ലിപ്സ്റ്റിക്ക്
എൻ്റെ കയ്യിലുണ്ട്, മാസിൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഉള്ളത് ബാൻഡ്. ഞാൻ മുടിയിൽ ക്ലിപ്പ് കുത്താറില്ല, എൻ്റെ മുടിക്ക് ക്ലിപ്പിൻ്റെ ആവശ്യമില്ല, കാരണം മുടി ഇല്ലല്ലോ കുത്ത്. അതുകൊണ്ട് ഞാനിപ്പോൾ മുടി ക്ലിപ്പ് ഇടുമ്പോൾ എൻ്റെ മുടി പൊട്ടി പൊട്ടി പോകുന്നതുകൊണ്ട് ഞാനൊരു ബാൻഡാണ് യൂസ് ചെയ്യുന്നത്. അതൊരു ബ്ലാക്ക് ബാൻഡ്, ഞാൻ ബ്ലാക്ക് കളർ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. അപ്പം ഒരു ബാൻഡ് ഞാൻ വാലറ്റിലും ഇടും, എൻ്റെ സ്ലിംഗ് ബാഗിലും ഇടും, അതേപോലെ തന്നെ ഞാൻ വണ്ടിയിൽ വരും. പിന്നെ ഉള്ളത് കുറച്ച് കോയിൻസാണ്. ഇത് ഞാൻ വീട്ടിലിരുന്നപ്പോൾ വെറുതെ എടുത്തിട്ടാണ്, കാരണം എവിടെയെങ്കിലും ചെയ്ത് എന്തെങ്കിലും ചില്ലറയായിട്ട് കൊടുക്കേണ്ടി വന്നാൽ, ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ച് ഞാൻ എടുത്തിട്ടാണ്. പിന്നെ ഉള്ളതൊരു മാല. ഇത് ഞാൻ ചിലപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് മാല വേണ്ടാത്ത ഡ്രസ്സാണെങ്കിൽ ഊരി അഴിച്ചിനകത്തിടും, അല്ലെങ്കിൽ മാല വേണമെന്ന് തോന്നുവാണെങ്കിൽ എടുത്തിടും. അങ്ങനെ തോന്നുമ്പോൾ അഴിച്ചേക്കും, ഇടുകയും ചെയ്യും. ലാസ്റ്റായിട്ട് ഇതിനകത്തുള്ളത് ഒരു വാലറ്റാണ്. ഇതിനകത്തിൽ ATM കാർഡ്, ആധാർ കാർഡ്, പാൻ കാർഡ്, ഫോട്ടോ, അങ്ങനെ തുടങ്ങിയ എല്ലാ സാധനങ്ങളും. വാലറ്റ് കാണിക്കാൻ കൊള്ളത്തില്ല, കാരണം ഇത് അഴുക്കായിരിക്കുകയാണ്. ബി യുവർ ബെസ്റ്റ് സെൽഫ്. ഇത് ഞാൻ ട്രിവാൻഡ്രം ലുലു എന്നാണ്, അല്ല ട്രാവൻകൂർ മോളോ അങ്ങനത്തെ അവിടുന്ന് വാങ്ങിച്ചതാണ്. പക്ഷെ അതൊരു അരിവായിരിക്കും, ഞാൻ 1 വർഷമായി വാങ്ങിച്ചിട്ട്. ഇതിൻ്റെ പുറകിൽ ഒരു റാബിറ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ളത്. ഇതിനകത്താണ് ഞാൻ ക്യാഷും കാർഡും ഒക്കെ വയ്ക്കുന്നത്. ഇത് ഞാൻ ഇപ്പോഴും കൊണ്ടെടുക്കും. അപ്പോൾ കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ എൻ്റെ ബാഗിൽ. ഇനി വേറൊന്നുമില്ല. നിങ്ങളുടെ ബാഗിൽ എന്തൊക്കെയാണ് വെക്കാറുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഞാൻ എന്തെങ്കിലും വെക്കാൻ മറന്നിട്ടുണ്ട്, ഞാൻ അത്യാവശ്യമായിട്ടുള്ളൊരു സാധനം വെക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യണം. ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് ആവശ്യം. എനിക്ക് ഇത്രയൊക്കെ സാധനങ്ങളെ ആവശ്യമുള്ളൂ. പിന്നെ പുറത്ത് കുറച്ച് ദൂരോട്ടൊക്കെ പോവുകയാണെങ്കിൽ ബാഗും കൂടെ ഞാൻ എടുക്കും. അതിനകത്ത് എന്തെങ്കിലും ഡ്രസ്സോ കാര്യങ്ങളോ അങ്ങനെ അത്യാവശ്യമായിട്ടുള്ള എന്തെങ്കിലും വലിയ സാധനങ്ങളുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യും. പക്ഷെ ഞാൻ സ്ഥിരം പുറത്ത് പോകുമ്പോൾ ഈ ബാഗാണ് യൂസ് ചെയ്യുന്നത്. ഇതിങ്ങനെ ഇടാൻ പറ്റും, ഇങ്ങനെ ഇട്ടാൽ അടിപൊളിയാണ്. അതേപോലെ തന്നെ ഈ ബാഗ് നമുക്ക് ഇങ്ങനെയും ഇടാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ബാഗിലുള്ളത്. ഈ ബാഗിൻ്റെ റേറ്റ് വന്നിട്ട് 799 or 899, അത്രയും ആയി, 1000 കിലോ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് വെക്കുന്നത്. ഇതെല്ലാവരും തിരിച്ചു വെക്കണം ആലോചിക്കുമ്പോൾ എനിക്ക് വയ്യ. അപ്പോൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതേപോലത്തെ ഒരു സ്ലിംഗ് ബാഗ് വാങ്ങിച്ചിടാം. മെയിനായിട്ട് ഞാൻ ഈ ബാഗ് വെച്ചതെന്ന് വെച്ചാൽ ഫോൺ വെക്കാനാണ്. ഫോൺ എവിടെയെങ്കിലും പോയി ഇങ്ങനെ പിടിച്ചോണ്ട് നടക്കേണ്ടി. ഇതാകുമ്പോൾ ബാഗിനകത്തിട്ടങ്ങ് തൂക്കിയിട്ടാൽ മതി. അതാകുമ്പം സേഫാണ്. പക്ഷേ ഇപ്പം ഞാൻ ഫോൺ വീഡിയോ എടുക്കുന്നുണ്ട്, ഇതിനകത്ത് ഫോണില്ല. പിന്നെന്താണ്, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കാണിക്കാൻ. ബാക്കി കുറേ കാര്യങ്ങൾ ഞാൻ എന്തെങ്കിലും ഇതിനകത്ത് ഇത്രയൊക്കെ കൊള്ളത്തുള്ളൂ. പിന്നെ കുഞ്ഞു സാധനങ്ങൾ എന്തെങ്കിലും ഇടാം. പിന്നെ കുറേ സാധനങ്ങൾ ഞാൻ എൻ്റെ വണ്ടിയുടെ ബാക്കിലാണ് ഇടുന്നത്. അപ്പം ഞാൻ വാട്ട് ഈസ് ഇൻ മൈ വണ്ടിയുടെ ബാക്ക് ഞാൻ കാണിക്കുന്ന ഒരു വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഇതെല്ലാം പെറുക്കിയിടണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ.